ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല നാടൻ കരിമീൻകറിയാണ് കേട്ടോ. നല്ല കുറുകിയ തേങ്ങാപ്പാൽ ചേർത്തിട്ടാണ് കേട്ടോ ഈ കറി നമ്മൾ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഒരു തവണ ഇതുപോലെ തയ്യാറാക്കി നോക്കിയാൽ നമുക്ക് വീണ്ടും വീണ്ടും ഇതുപോലെ തന്നെ തയ്യാറാക്കാൻ തോന്നും കേട്ടോ. അത്രയധികം രുചിയിലാണ് കേട്ടോ നമ്മളിത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ നാടൻ കരിമീൻകറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. ദശക്കട്ടിയുള്ള ഏതു മീനും ഇതുപോലെ സെയിം രീതിയിൽ തയ്യാറാക്കി നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാവേ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 4 മീഡിയം സൈസിലുള്ള കരിമീനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ആ ഒരു ചെതുമ്പലൊക്കെ ചെത്തി നന്നായിട്ട് വെട്ടി വൃത്തിയായി കഴുകി വരഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് ആവശ്യമുള്ളത് കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയാണ്. കൊച്ചുള്ളി ഏറെ തന്നെ എടുക്കാനായിട്ട് നോക്കണം കേട്ടോ. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് കുടംപുളിയാണ്. ഞാൻ ഒരു വലിയ പുളി ചെറുതായിട്ട് കീറി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അരമുറി തേങ്ങയാണ്. അതിൻ്റെ 2ാം പാലും 1ാം പാലും എടുത്ത് വേർതിരിച്ച് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇത്രയാണ് നമ്മുടെ കറി തയ്യാറാക്കാനായിട്ട് വേണ്ടത്. നമ്മൾ കറി തയ്യാറാക്കാനായിട്ടുള്ള മൺചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. മൺചട്ടിയിൽ തന്നെ നമ്മൾ മീൻകറി വെക്കുമ്പോഴാണ് കേട്ടോ അതിനൊരു പ്രത്യേക രുചി തോന്നുക. അപ്പോൾ മൺചട്ടി നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോഴേക്കും ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവയൊന്ന് പൊട്ടിയ ശേഷം നമ്മൾ കൊച്ചുള്ളിയാണ് കേട്ടോ ആദ്യം തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ മീഡിയം സൈസിലുള്ള ഒരു 10-20 കൊച്ചുള്ളിയോളം എടുത്ത് ചെറുതായിട്ട് ഒരു 2ആയിട്ട് പൊളന്നാണേലും ഇട്ട് കൊടുത്താൽ മതിയേ. എന്നിട്ട് ആ എണ്ണയിലിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വാട്ടിയെടുക്കണം. കൊച്ചുള്ളി ചേർത്ത് കൊടുത്താലാണ് നമ്മുടെ ആ ഒരു കരിമീൻകറിക്ക് അത്ര ടേസ്റ്റ് കിട്ടുള്ളൂ. അതുകൊണ്ട് കൊച്ചുള്ളി തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് നിങ്ങൾ നോക്കണം കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ചേർത്ത ശേഷം നമ്മൾ പച്ചമുളക് 2ആയിട്ട് പൊളന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി തന്നെ ആ ഒരു എണ്ണയിലിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. ആ ഒരു ഉള്ളിയുടെയൊക്കെ ഒരു കളർ ചേഞ്ച് വരുന്നത് വരെ നമ്മൾ എണ്ണയിലിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കണേ. അപ്പോൾ പെട്ടെന്നൊന്ന് ഉള്ളിയൊക്കെ ഒന്ന് വാടി വരാനായിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് പോരാതെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീടും ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഉപ്പ് മാത്രമാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ളത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയുമാണ്. 2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും 2 ടീസ്പൂണോളം എരിവുള്ള മുളക് പൊടിയും 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയുമാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഉള്ളി നന്നായിട്ട് വാടിയ ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ആ ഒരു മസാലയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി തന്നെ പൊടികളുടെ പച്ച മണം മാറുന്നത് വരെ ആ എണ്ണയിലിട്ട് വാട്ടി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആ പൊടികൾ എടുത്ത പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു ഒന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എടുത്തിരിക്കുന്ന കുടംപുളി മുഴുവനായിട്ടും അതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നീട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് വലിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മൾ തേങ്ങാപ്പാൽ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ ദേ നമ്മുടെ വെള്ളമൊക്കെ ഏകദേശമൊക്കെ ഒന്ന് വറ്റി കുറുകി വരുന്നുണ്ട്. അല്പം കൂടി ഒന്ന് ഡ്രൈ ആയ ശേഷം മാത്രമാണ് നമ്മൾ പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ദേ നന്നായിട്ട് തിളച്ച് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2ാം പാൽ ഒഴിച്ചു കൊടുക്കാവേ. പാൽ ഒഴിക്കുന്നതോടൊപ്പം തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കൈവിടാതെ തന്നെ തിള വരുന്നത് വരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മുടെ കറി നല്ല പെർഫെക്റ്റ് ആയിട്ട് പിരിയാതെ കിട്ടുള്ളേ. അങ്ങനെ ദേ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ദേ നമ്മുടെ കറിയൊക്കെ നന്നായി തിളച്ച് കുറുകി വരുന്നുണ്ട്. ഇനി അത് നന്നായിട്ട് തിളച്ച് ഒന്ന് വറ്റിയ ശേഷമാണ് കേട്ടോ നമ്മൾ മീൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ദേ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിൽ നമ്മൾ മീൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുറുകി വരുന്ന ആ ഒരു ടൈമിലാണ് നമ്മൾ മീൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മീനൊന്ന് ആഡ് ചെയ്ത ശേഷം ജസ്റ്റ് ആ ഒരു ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു മീനിൻ്റെ മുകളിലേക്ക് ആ അരപ്പൊക്കെ ഒന്ന് വരാനായിട്ടാണ്. ഇനി ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഹൈ ഫ്ലെയിമിലിട്ട് കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ച ശേഷം ലോ ഫ്ലെയിമിലേക്ക് ആക്കി കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് വേവിച്ച് കൊടുക്കുന്നുണ്ട്.
ഇപ്പോൾ ദേ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വറ്റി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ടൈമിലാണ് നമ്മൾ ഒന്നാം പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒന്നാം പാൽ ആഡ് ചെയ്ത ശേഷം ഒരുപാട് നേരമൊന്നും വെച്ച് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് സമയം ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ ദേ നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല നാടൻ കരിമീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നല്ല സ്വാദുള്ളൊരു മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെയും നിങ്ങൾ ഈ ഒരു രീതിയിൽ കറി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ ഈ ഒരു റെസിപ്പി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പീസിനെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്